നമസ്കാരം. അസാമിലെ ബദർപൂരിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഹഫ്ലോങ്ങിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഈ ഹഫ്ലോങ് എന്ന് പറഞ്ഞ സ്ഥലം റെയിൽവേ സ്റ്റേഷൻ ആസാമിലെ തന്നെ ഏറ്റവും ഒരു അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ബദർപൂർ ജംഗ്ഷൻ സ്റ്റേഷന്റെ കോഡ് വരുന്നത് BPB എന്നാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം 3 റൂട്ടുകളുണ്ട് ഇവിടുന്ന്. ഒന്ന് അഗർത്തലയിൽ നിന്ന് വരുന്ന റൂട്ട്, മറ്റൊന്ന് നേരെ സിൽച്ചാറിലേക്ക്, ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന ഹഫ്ലോങ് റൂട്ട്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ അഗർത്തലയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ്സിനാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരു 11:50 ആകുമ്പോൾ എത്തും. ഇപ്പോൾ 11:40, 10 മിനിറ്റും കൂടെ ഉള്ളൂ. ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഹഫ്ലോങ്ങിലേക്ക് 70 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഗരീബ് രഥിൻ്റെ അടുത്ത സ്റ്റോപ്പും അവിടെ തന്നെയാണ്. ഈ സമയത്ത് വേറൊരു ട്രെയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിനിന് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് 280 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ട്രെയിൻ നമ്പർ 12502 അഗർത്തല കൊൽക്കത്ത ഗരീബ് രഥ് എക്സ്പ്രസ് ഇതാ ബദർപൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വരികയാണ്. ഇത് വീക്ക്ലി ട്രെയിനാണ്. എല്ലാ ബുധനാഴ്ചയാണ് ഉള്ളത് അഗർത്തലയിൽ നിന്ന്. ഈ റൂട്ടിൽ എല്ലാം ഡീസൽ ലോക്കോമോട്ടീവുകൾ മാത്രമേ ഉള്ളൂ. WDP 4B ആണ് ലോക്കോമോട്ടീവ്. പണ്ടൊക്കെയാണ് ഗരീബ് രഥ് വരുവാണെങ്കിൽ പച്ച ലിവറി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പം എല്ലാം ഒരേപോലെ തന്നെയല്ലേ. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് G5 ആണ്. വണ്ടിക്ക് ഇവിടെ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ G4 G5 എന്നൊക്കെ എഴുതി നോക്കിയവന് വെറും കടലാസിൽ അത് അത്രയും പ്രശ്നമായ. ഇതാണ് നമ്മുടെ കോച്ച് G5. ഇതാ ഒരു നടുഭാഗത്തായിട്ട് നിൽക്കും വണ്ടി. G5 കോച്ച് ഇതാണ്. ഇതിൻ്റെ അകത്തോട്ട് ഇനിയിപ്പോൾ കയറാം. 1-8 നമ്മുടെ ബെർത്തുകൾ വരുന്നത്. 1 ഇവിടെയാണ്. അത് എൻ്റെ ബെർത്ത് ഇവിടെ ഉണ്ടാ. ഇവിടെ 8 പോട്ടെ. ഇതാ 8 ഇവിടെയും. അതായത് നമ്മൾ സൈഡ് ലോവർ സൈഡ് അപ്പർ കൊടുത്താണ് കിട്ടിയത്. ഒരു ലോവറും ഒരു സൈഡ് അപ്പർ. സൈഡ് അപ്പർ എന്തായാലും കിട്ടിയത് ഉപകാരം തന്നെ. കോച്ചിൻ്റെ അകത്ത് നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാഗൊക്കെ ഇവിടെ വെച്ച് ലോക്ക് ചെയ്യാണ്. ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ. ചങ്ങലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ബാഗ് അങ്ങനെയൊന്നും ഒരുത്തിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല. ഒരിക്കലും പറ്റില്ല. കാരണം എങ്ങനെയൊക്കെയാണ് ഇത് കെട്ടി വെച്ചത്. ഇതിലൂടെയൊക്കെ എടുത്ത് ഇപ്പോഴത്തേക്കൂടെ ഒക്കെ എടുത്ത് എൻ്റെയിലേക്ക് ഇവിടെ സെറ്റാക്കി, നവീൻ്റെ ഈ ബാഗിലേക്കൂടെ സെറ്റാക്കി ഇതിന് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. 12:20 ബദർപൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം വഴി ഇതാ പശുക്കളൊക്കെ നടന്നു പോവുകയാണ്. ഇനി ഗഡ് സെക്ഷൻ വഴിയുള്ള ഒരു അടിപൊളി റൂട്ടാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഈ പുള്ളിക്കാരൻ ഇതാ ഇവിടെ ഇറങ്ങി എത്ര ഡീസൽ ലോക്കോമോട്ടീവുകളാണെന്ന് നോക്കിയത്. ഈ ബദർപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഗുവാഹട്ടിയിൽ നിന്ന് സിൽച്ചറിലേക്ക് ഒരു ട്രെയിൻ വരുവാണെങ്കിൽ ബദർപൂർ വന്നതിന് ശേഷം ലോക്കോ റിവേഴ്സലുണ്ട്. അതുപോലെ തന്നെയാണ് സിൽച്ചറിൽ നിന്ന് വരുമ്പം ഇവിടെ വന്നിട്ട് ലോക്കോ റിവേഴ്സ് ചെയ്തിട്ട് ഗുവാഹട്ടി സൈഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. അഗർത്തലയിൽ നിന്ന് വരുമ്പം ലോക്കോ റിവേഴ്സലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ വേറെ ഏതോ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബദർപൂരൊക്കെ വരുന്നത് കരീംഗഞ്ച് ജില്ലയിലാണ്. ഇതുവഴി തന്നെ ഒരു റോഡും കൂടെ ഉണ്ട്. ഈ കാണുന്ന ട്രാക്ക് നേരെ സിൽച്ചറിലേക്ക് പോകുന്നതാണ്. 29 കിലോമീറ്റർ ഉണ്ട്.
കാഞ്ചൻജംഗ എക്സ്പ്രസ് ആണ്. സിൽച്ചർ സിയാൽദ. ബദർപൂരിലെത്തി ഈ ട്രെയിനിന് ലോക്കോ റിവേഴ്സ് ഉണ്ട്. അത് എത്രയോ താഴെയായില്ലേ. ബറാക്ക് നദിയാണിത്. നോർത്ത് ഈസ്റ്റിലെ തന്നെ ഒരു പ്രധാനപ്പെട്ടൊരു നദി. ആസാമില് ബ്രഹ്മപുത്ര വഴി ഫ്ലഡ് ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഫ്ലഡ് ഉണ്ടാക്കുന്ന ഒരു നദിയാണിത്. മഴക്കാലത്ത് ഡേഞ്ചറാണ്. അവിടെ മുഴുവനും കൃഷിപ്പാടാണ്, നെല്ലാണത്. ഇവിടെ മുഴുവനും തേയിലയാണ്. തൊട്ട് മുകളിലേക്ക് കാണുന്നില്ല, ഇതങ്ങ് ദൂരം വരെ ഉണ്ട് കേട്ടോ. ഒരു ഭാഗം മുഴുവനായിട്ടുണ്ട്. ട്രെയിൻ ഇപ്പോൾ ചന്ദ്രനാഥ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിൽ ഇതാ നിർത്തിയിരിക്കുകയാണേ. സിഗ്നലാണ്. ഇതേ നവി നല്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടുന്ന്. അതുപോലെ നമ്മുടെ കോച്ച് 2022 നിർമ്മിച്ച നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിൻ്റെ കോച്ചാണ്. ഈ റൂട്ടിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പറയാനുള്ളത്, മഴക്കാലത്താണ് ഇതുവഴി യാത്ര ചെയ്യേണ്ടത്. ഈ സമയത്ത് പോയാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ ഇതുവഴി അരുണ എക്സ്പ്രസ്സിന് യാത്ര ചെയ്തത് രാത്രിക്കാണ്. ഇപ്പൊ പകലത്തെ കാഴ്ച കൂടെ നമുക്ക് കാണണമല്ലോ. നേരത്തെ ബദർപൂരിൽ നിന്നൊരു കാഞ്ചൻജംഗ കണ്ടില്ലേ, അത് സിൽച്ചർ സിയാൽദ കാഞ്ചൻജംഗ. ഒരു കാഞ്ചൻജംഗ കൂടെ ഇതിലൂടെ കടന്നു പോകും. അതായത് സിയാൽദന്ന് ബംഗ്ലാദേശ് ബോർഡറായ സബ്രൂമിലേക്ക് പോകുന്ന കാഞ്ചൻജംഗ, അതായത് ത്രിപുരയുടെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണത്. അവിടത്തേക്ക് പോയിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഞ്ചൻജംഗ എക്സ്പ്രസ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകും. ഇതിന്ന് രാത്രിക്ക് തന്നെ സാബ്രൂമിലെത്തും. ഇതാദ്യം അഗർത്തല വരെ ഉണ്ടായ വണ്ടിയാണ്, പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ബാങ്കർ ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട് കേട്ടോ. കയറ്റൊക്കെ കയറി പോകുന്ന വഴിയാണ്. ജതിങ്ക റിവറാണിത്. റിവറിന്റെ നല്ലൊരു വ്യൂ ഈ ഭാഗത്താണ് കേട്ടോ. മലനിരകളാണ് മുഴുവനും. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ദംചഡ.
മുൻഭാഗത്തേക്കുള്ള വ്യൂ കണ്ടോ, മലനിരകളാണ്. അതുപോലെ തന്നെ ഇവിടെയും അതെ. ജതിങ്ക റിവർ ഇതുവഴിയാണ് ഒഴുകുന്നത്. നല്ലൊരു കർവ് തന്നെയാണ്. റിവർ കാണാം. ട്രെയിൻ ഇപ്പോൾ ബന്ദർഖാൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തിയ ഇപ്പോൾ ഒരു ട്രെയിൻ വരുന്നത് കാണാം. കോയമ്പത്തൂരിൽ നിന്ന് സിൽച്ചറിലേക്ക് ഒന്ന് എക്സ്പ്രസ്, അതിവിടെ എത്താനായി. ഇതിന്ന് വലിയ ഡിലേ ഒന്നുമില്ല. നോർമലി ഈ ട്രെയിനൊക്കെ, അതായത് അർണോ എക്സ്പ്രസ് ഒക്കെ നല്ല ഡിലേ ആയിട്ടാണല്ലോ ഇതുവഴി കടന്നു പോവുക. ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട് ഈ ട്രെയിൻ, തിരുവനന്തപുരം സിൽച്ചർ അർണോ എക്സ്പ്രസ് ആയിട്ട്. അതുപോലെ തന്നെ സിൽച്ചർ തിൻസുക്കിയ ബാരാക് ബ്രഹ്മപുത്ര എക്സ്പ്രസ് ആയിട്ടും ഇത് പോകുന്നുണ്ട്. ആകെ 3 ട്രെയിനുകളായിട്ട്. ബാംഗ്ലൂർ ലോക്കോമോട്ടീവ് കാണാം. ജതിങ്ക റിവറിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് ഒരുപാട് നേരം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. മഴക്കാലത്തേക്ക് പിന്നെ ഇതിലത്തെ വെള്ളമൊന്നും പറയണ്ടല്ലോ, ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ്. പിന്നെ അവിടെ കണ്ടതാ ഗുഹ പോലെ കാണുന്നുണ്ട്. അവിടെ മഴ എന്തോ നിർമ്മിതിയാണെന്ന് തോന്നുന്നു. മഴക്കാലത്ത് ഇതുവഴിയുള്ള പല വണ്ടികളും ക്യാൻസൽ ആവാറുണ്ട്. ന്യൂ ഹറഞ്ചാവോ എന്ന സ്റ്റേഷനാണിത്. ഇവിടെ വണ്ടി ഇപ്പം നിർത്തിയിട്ട് ഒരു 10 മിനിറ്റിന് മുകളിലായി. ചെറിയൊരു കർവുണ്ട് ഇവിടെ. നമുക്ക് ആ ലോക്കോമോട്ടീവൊക്കെ ഇവിടെ തന്നെ കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് 22 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഹഫ്ലോങ്ങിലേക്ക്.
നല്ല തണുപ്പ്. 2:40 ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 6 മണിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ഇതുവഴി ഒരു റോഡൊക്കെ ഉണ്ട്. ഇനി ഇവിടുന്ന് 11 കിലോമീറ്റർ ആണ് ഹഫ്ലോങ്ങിലേക്ക് ഉള്ളത്. ഇതൊരു സ്റ്റേഷനാണ്. ഈ സ്റ്റേഷനിൽ നിന്നൊക്കെ കാണുന്ന വ്യൂ കണ്ടതാ. ബദർപൂരിൽ നിന്നും 70 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ന്യൂ ഹഫ്ലോങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3:20 സമയം. ട്രെയിനിപ്പോൾ 1 മണിക്കൂർ ഡിലേ ആണ്. സ്റ്റേഷൻ്റെ മുകളിലേക്കൊക്കെ കണ്ട മലയാണ്. ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാണിത്. പ്ലാറ്റ്ഫോം നമ്പർ 1 ആണിത്. അങ്ങ് കൊണ്ടേ നിർത്തുള്ളൂ. ഇതാണ് സ്റ്റേഷൻ. അടിപൊളിയാണ്. കൊൽക്കത്ത ഗരീബ് രാജ്. ഇവിടെ തന്നെ സിയാൽദ കാഞ്ചൻജംഗ കൂടെ വരാനുണ്ട്. അതിൻ്റെ തിരക്ക് കൂടി ഉണ്ട് ഇവിടെ. സൈഡിൽ ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സും ഇതൊക്കെ വെക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഇന്ന് രാത്രി 8:50 ആകുമ്പം ഗുവാഹട്ടി എത്തും. നാളെ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ കൊൽക്കത്ത എത്തും. ഇനി ഈ ട്രെയിൻ ഇതിൻ്റെ വഴിക്ക് പോട്ടെ. നമുക്കിനി ഈ ഒരു സ്റ്റേഷൻ്റെ കുറച്ച് കാഴ്ചകളോട്ട് പോവാം. സ്റ്റേഷൻ്റെ ഇവിടുന്ന് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് മലനിരകൾ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ട്രെയിൻ എടുത്തു. ഗരീബ് രഥ് എക്സ്പ്രസ് ഇതാ ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ അല്പസമയത്തിനകം സിയാൽദ കാഞ്ചൻജംഗ കൂടി എത്തും. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമുക്ക് നേരെ അവിടുത്തെ ആ കാണുന്ന നെയിം ബോർഡിൻ്റെ അവിടത്തോട്ട് പോവാം. ഇവിടെയുണ്ട് കേട്ടോ ഒരു ഡീസൽ ലോക്കോമോട്ടീവൊക്കെ അങ്ങതാ അവിടെ കാണാം. ന്യൂ അഫ്ലോങ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അഫ്ലോങ് പട്ടണത്തിലാണ്. അതായത് ആസാമിലെ ദിമ അസാവോ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആസാമിലെ തന്നെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് ദിമ അസാവോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും ഒരു ട്രെയിൻ ആക്സിഡൻറ്റ്. അതായത് 2022 ലാൻഡ് സ്ലൈഡ് വന്നത് ഈ സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ മൊത്തം മുങ്ങിപ്പോയ ഒരു സംഭവമാണ് അന്നത്തെ ഫ്ലഡ് എന്ന് പറയുന്നത്. 2022 ആ സമയത്ത് ഫ്ലഡ് പറഞ്ഞാൽ ഇവിടെ ഗുവാഹട്ടിയിൽ നിന്ന് സിൽച്ചറിലേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് എന്താ പറയുക മൊത്തം പാളം തെറ്റി മൊത്തം എന്താ പറയുക ഈ സ്റ്റേഷൻ്റെ ഇപ്പുറത്തിലെ മണ്ണ് മൊത്തം ഇടിഞ്ഞ ആ പറഞ്ഞ പാളത്തിലേക്കും ട്രെയിനിൻ്റെ മുകളിലേക്കാണ് വന്നത്. വളരെ ഭീകരമായ ഒരു അപകടമാണ് ഇന്ത്യൻ റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ട്രാക്ക് അതായത് സിൽച്ചർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കൊക്കെ മൊത്തം വെള്ളത്തിന് മുങ്ങിപ്പോയി. നമ്മൾ നേരത്തെ വരുമ്പോൾ കണ്ടല്ലോ ഒരുപാട് പുഴകളൊക്കെ ആ പറയുന്ന ട്രാക്കുകളൊക്കെ പോയി. അപ്പം വളരെയധികം ഭയങ്കര എന്താ പറയുക ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് 2022 ആസാം കടന്നു പോയത്. അതുപോലെ തന്നെ എന്താ പറയുക എയർ ലിഫ്റ്റൊക്കെയാണ് ഒരുപാട് പേര് എയർ ലിഫ്റ്റൊക്കെ ചെയ്ത് മൊത്തം വെള്ളത്തിന് അടിയിലായത്. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലൊക്കെ വെള്ളപ്പൊക്കം വരാറുണ്ടല്ലോ, അതുപോലെ തന്നെ ആസാം ഇപ്പോൾ ഒരു ഫ്ലഡ് ഏരിയ തന്നെയാണ്. അതാണ് അഫ്ലോങ് റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണേ. അത്യാവശ്യത്തിന് ഇവിടെ ഓട്ടോകളൊക്കെ ഉണ്ട് നമുക്ക് ടൗൺ ഭാഗത്തേക്കൊക്കെ പോകാൻ. പിന്നെ മലയൊക്കെ ഇടിഞ്ഞ ഭാഗമില്ലേ അത് അവിടെയാണ് മുഴുവനായിട്ട് ഇടിഞ്ഞത്. ഇനി ഇവിടെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അടിപൊളിയാവും സ്റ്റേഷൻ.
പിന്നെ നേരെ ടൗൺ ഭാഗത്തേക്ക് ഓട്ടോ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ ഇതുവഴിയാണ് കയറിയിട്ട് പോകേണ്ടത്. ഈ മലനിരകളൊക്കെ നമുക്ക് ഈ റോഡിൻ്റെ ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഓട്ടോ സ്റ്റാൻഡാണ് ഇവിടെ കാണുന്നത്. അതിനൊരു ചെറിയൊരു നീണ്ട ക്യൂ തന്നെ കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ ജസ്റ്റ് ഇവിടം വരെ ഒന്ന് നടന്നിട്ട് പോകാമെന്ന് കരുതി. ഒരു ഹിൽ സ്റ്റേഷൻ അല്ലേ. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളിയല്ലേ? ഹഫ്ലോങ് എന്നൊക്കെയുള്ള ഒരു ബോർഡ് അവിടെയാണ്. സ്റ്റേഷൻ പൊതുവേ ഇനിയിപ്പോൾ ഒരു ട്രെയിനും കൂടെ പോയാൽ പിന്നെ കാമായി. അത് അടുത്ത ട്രെയിൻ ഇപ്പോഴൊന്നും ഇല്ല. ഏത് ഭാഗത്ത് നോക്കിയാലും മലനിരകൾ. റോഡ് ഇതുപോലെയാണ് കേട്ടോ, കോൺക്രീറ്റ് ആണിത്. ഇതൊക്കെ പല മഴക്കാലത്തും ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉള്ളത് കൊണ്ട് റോഡൊക്കെ തകരുന്നതാകാം. കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇന്നൊരു ചെറിയൊരു യാത്രയാണ്. നേരെ ഹഫ്ലോങ് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നേരെ ഒരു അടുത്ത ട്രെയിൻ കയറി തിരിച്ചു പോവുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇവിടെ വന്നത്. ഇവിടത്തേക്ക് വരുമ്പം നമ്മൾ അറണോ എക്സ്പ്രസ്സിന് വന്ന സമയത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണണം എന്ന ആഗ്രഹത്തോടെ വന്നതാണ്. പക്ഷേ ട്രെയിൻ ഒരു 1.5 ഡിലേ ആയതുകൊണ്ട് രാത്രിക്കാണ് ഇവിടെ എത്തിയത്. ഇവരൊന്നും കാണാൻ പറ്റില്ല. ഇന്ന് ഗരീബ് രഥ് എക്സ്പ്രസ്സിന് തന്നെ വരുമ്പം ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ വണ്ടി എങ്ങാനും റീഷെഡ്യൂൾ ചെയ്ത് രാത്രിക്കായിട്ടുമാണ് ഇതിലൂടെ പോവുകയാണെങ്കിലോ അല്ലേ? സത്യം. നല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം റെയർ ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ വളരെ മനോഹരമാണ്. കാരണം ആസാമിലത്തെ ഏക ഹിൽ സ്റ്റേഷനാണ്. പക്ഷെ മഴക്കാലത്താണ് പണി കിട്ടുന്നത്. അതെ, അതിപ്പോ നമുക്ക് പ്രകൃതിനൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. തീർച്ചയായും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തത് ഈ കാഞ്ചൻജംഗി ഇല്ലേ, സിയാൽദ, അതിന് കയറിയിട്ട് പോവുകയാണ്. ആ ട്രെയിൻ വന്നാൽ പിന്നെ വേറെ വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ.